ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? മൗലവിന്റെ കുടുംബപരമായി ഞാൻ പറഞ്ഞു കളഞ്ഞു എന്ന് വേറൊരു മൗലവിക്ക് കംപ്ലൈന്റ്. ഞാൻ കുടുംബപരമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം. ഇയാളുടെ പിതാവ് യാസീനോദിയിട്ട് പൈസ വാങ്ങിയിരുന്നു. ഇയാളെ ബാപ്പ മരിച്ചപ്പോ അവിടെ യാസീനോത്തും ഖുർആനോത്തും മൗലൂദും എല്ലാം ദിക്റും ഒക്കെ നടന്നിരുന്നു. ഇതിൽ കുടുംബപരമായിട്ടെന്തോ ചീത്ത പറയലുണ്ടോ? ഇതില് ഞാനിതാ പറഞ്ഞത് അതുള്ള വസ്തുതയല്ലേ. എന്നാൽ അത് എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്. ഒരാളത് പറഞ്ഞു തന്നതാണ്. അല്ലാതെ ഞാൻ വഹീ മുഖേന എനിക്ക് മനസ്സിലാവില്ല, ഞാൻ നബിയല്ലല്ലോ. പിന്നെ ഞാൻ മൗലവിന്റെ പിതാവിനൊക്കെ കറാമത്തുണ്ട് അയാൾ പറഞ്ഞല്ലാതെ എനിക്ക് കറാമത്തുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കിയതാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞപ്പോ ഇയാളെ കഥ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പറഞ്ഞ നാൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇയാള് SSLC തോറ്റതാണ്. ഞാനത് സൂചിപ്പിച്ചിരുന്നു പ്രസംഗത്തിൽ. അപ്പോ മൂപ്പര് വന്നിട്ട് പറഞ്ഞ് SSLC ഒക്കെ പാസ്സായിട്ടുണ്ട്, അതൊരു വിഷയാക്കല്ല എന്ന് പറഞ്ഞു. വിഷയാക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പറഞ്ഞതിൽ ഒരു ചെറിയ സംശയം പിന്നെയും ബാക്കിയാ. ലേഖന വിഷയാക്കുന്നതിന് വിഷയാക്കല്ലേ കഴിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചാ പിന്നെ വിഷയാക്കണ്ട, പോയിക്കോട്ടെ. മാത്രമല്ല ഞാൻ അതിനോടനുബന്ധിച്ച് പറഞ്ഞ എല്ലാ സംഗതിയും ശരിയാണ് എന്ന് അയാൾ എന്നെ പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞിരുന്നു വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്മീഷനെ നിശ്ചയിക്കണം എന്ന് പറഞ്ഞിരുന്നു. കാരണം അഥവാ ഇതിന് ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞു തന്നതിൽ ശരിയില്ലാത്തതുണ്ടെങ്കിലോ എന്ന് മനസ്സിലാക്കി ഞാൻ അന്നേ പറഞ്ഞൊരു കമ്മീഷനെ നിശ്ചയിച്ചോ നല്ലതാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞൊക്കെ ശരിയാണ്, ഒന്നും പേരോട് പറഞ്ഞാൽ തെറ്റിപ്പോയിട്ടില്ല. ഈ SSLC പരീക്ഷയുടെ വിഷയത്തിൽ ഞാൻ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അത് ആരോ ഒരാൾ പറഞ്ഞ് പറ്റിച്ചതാണ് പേരോടിനെ എന്ന് അയാൾ പറഞ്ഞു. പിന്നെ മൗലവിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, ഞാൻ കളവ് അറിയില്ല, മറ്റൊരാൾ പറഞ്ഞു തന്നത് അങ്ങനെ പറഞ്ഞതാണ് എന്ന് അയാൾ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അയാൾ പറഞ്ഞ പേരോടിനെ ഒരാൾ പറ്റിച്ചതാണ്, ജാഹിൽ പറ്റിച്ചതാണ്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, കമ്മീഷനായിട്ട് നിങ്ങളെ തന്നെ തീരുമാനിച്ച് നിങ്ങളെ റിപ്പോർട്ട് ഞങ്ങൾ സ്വീകരിച്ച് അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ റെഡിയാണ്. അക്കാര്യം പിന്നെ വിഷയാക്കണ്ടെന്ന് അയാൾ പറഞ്ഞുകൊണ്ട് വിഷയാക്കണ്ട, നിങ്ങളിവിടെ ജയിച്ചാലെന്താ തോറ്റാലെന്താ എന്ന് ഞാൻ പറയും. ഇപ്പൊ മൂപ്പര് വന്നിട്ട് പറയുന്നത് അയാളാണേ പറയാ വിഷയാക്കണ്ടാന്ന്. ഇപ്പൊ മൂപ്പര് വന്നിട്ട് പറയുന്നത് എന്ത്, ഇപ്പോ ഇയാള് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, അയാള് ജയിക്കൂലാന്ന് തോന്നിയപ്പോൾ വലിയാണ്. അത് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടോളി. ആദ്യം മോനെ വിഷയാക്കല്ലേ എന്ന് എന്നോട് അപേക്ഷിക്കുന്നു എന്ന് കേട്ടോളി. അത് വെച്ചോട്ടാ മോനെ. ഞാൻ വന്നിട്ട് പറഞ്ഞു SSLC ഒക്കെ പാസ്സായിട്ടുണ്ട് ചങ്ങാതി, അതൊന്ന് വലിയൊരു വിഷയാക്കല്ലേ. അതെ, SSLC ഒക്കെ പാസ്സായിട്ടുണ്ട് ചങ്ങായി, അതൊന്നും വലിയ വിഷയാക്കല്ലേ. മൂപ്പരൊരു അപേക്ഷ നമ്മളെ നാട്ടിൽ വന്ന് അപേക്ഷിച്ചല്ലേ. അതനുസരിച്ച് ഞാന് അടുത്ത പ്രസംഗത്തിൽ അത് വിഷയാക്കേണ്ട, ബാക്കിയുള്ളതൊക്കെ മതി, നമ്മൾ അയാളെ റിപ്പോർട്ട് തന്നെ സ്വീകരിച്ച് എന്ന് ഞാൻ പറഞ്ഞു. അയാൾക്ക് എന്നെ ഉറപ്പാണ് ഞാൻ എന്തായിരുന്നാലും അത് കളവ് അറിയില്ല. അയാൾ പറഞ്ഞു ജാഹിൽ പറഞ്ഞ് പറ്റിച്ചതാണെന്നാ പറഞ്ഞു. അതൊന്ന് ചോദിച്ചവനെ. പിന്നെ ഇയാൾ പറയുന്നത് അറിയോ? ഇയാൾ പറയുന്നത് മൗലവിക്ക് ഒരു വിശ്വാസമുണ്ട്. എന്താ? ഞാൻ കളവ് പറയൂല, എന്ത് പറഞ്ഞാലും പേരോട് കളവ് പറയൂല എന്ന് അയാൾക്ക് വിശ്വാസമുണ്ട്. മനഃപൂർവ്വം കളവ് പറയൂല. അയാൾ പറയാണ് ഞാൻ SSLC-യിൽ തോറ്റു എന്ന് പേരോടിനെ ഒരു ജാഹിൽ പറഞ്ഞ് പറ്റിച്ചതാണ്, സംഗതി ഞാൻ ജയിച്ചതാണ്. കമ്മീഷനായിട്ട് നമ്മൾ അയാൾ തന്നെയല്ലേ നിശ്ചയിച്ചത്, അതുകൊണ്ട് നമ്മൾ അയാൾ പറഞ്ഞ് എന്നെ സ്വീകരിച്ചിക്കാം. നിങ്ങൾ SSLC-യിലൂടെ തോറ്റാലെന്താ ജയിച്ചാലെന്താ, നിങ്ങൾ ആഖിറത്തിൽ ജയിക്കണമെങ്കിൽ സുന്നിയാകണം മൗലവി. അതേ അവസരത്തിൽ അവിടെ ഏതോ ഒരു പടുജാഹിലുണ്ട്, ആ പടുജാഹില് എന്നോടുള്ള വിരോധം തീർക്കാൻ ഈ വ്യക്തിയോട് അല്ലെങ്കിൽ ഈ പേരോട്ട അന്ത്രുവിനോട് പറഞ്ഞു കൊടുത്തു. എന്ത്? എന്നെ പറ്റിയുള്ള നുണയാണ്, ഇയാള് SSLC തോറ്റവനാണ്. കണ്ടോ? അപ്പൊ അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം കളവ് അറിയില്ല, ഏതോ ഒരു ജാഹിൽ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവും, ഉള്ളിന്റെ ഉള്ളിലുള്ളത് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് കമ്മീഷനാക്കി നമ്മൾ അയാളെ തന്നെ നിശ്ചയിച്ച് ഇനി അയാൾ ഇവിടെ ജയിച്ചാലെന്താ തോറ്റാലെന്താ SSLC ഇയാൾ എന്താക്കിയാലെന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഖിറം വിജയിക്കണോ ഇവിടെ സുന്നത്ത് ജമാഅത്തുകാരനാണ്. നിങ്ങളെ SSLC ഇവിടെ തോറ്റാലെന്താ ജയിച്ചാലെന്താ. പിന്നെ ഇതാണ് ഞാൻ പിന്നീട് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഇയാൾ വന്നിട്ട് പറയാണ് അതൊരു വിഷയമാണ്. ഇപ്പൊ പേരോട് ചോദിക്കുന്നതും ഒരു വിഷയാക്കണ്ടെന്ന് അയാൾ എന്നെ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലേ. അവന് ചോദിച്ചോട്ടെ. ഈ നല്ല മറുപടിയാണ് കിട്ടിയപ്പോ മൂപ്പര് ഇപ്പൊ പറയുന്നെന്താ, അതെന്താ ഒരു വിഷയ,
ഈ നല്ല മറുപടിയാണ് കിട്ടിയപ്പോ മൂപ്പര് ഇപ്പൊ പറയുന്നെന്താ അതെന്താ ഒരു വിഷയം. അതാ കണ്ടോ, അയാൾ എന്ന് പറയുന്ന മറുപടി നല്ല മറുപടിയാണ്, ഒരു വിഷയാക്കല്ല എന്നാണ് അയാൾ പറഞ്ഞത്. അത് ഞാൻ സ്വീകരിച്ചപ്പോ അയാൾ വെക്കുന്ന ഇപ്പൊ അയാൾ പറയുന്നത് അതൊരു വിഷയം. നിന്നെന്താ വേണ്ട, നമ്മൾ ഇയാളെ പോലെ നമ്മുടെ നാട്ടിലല്ല ഇയാളോട് മാന്യത കാണിക്കണ്ടേ? ഇയാളൊരു അപേക്ഷ നമ്മളോട് പറഞ്ഞില്ല, അതൊരു വിഷയാക്കല്ലേ എന്ന് നമ്മളോട് പറഞ്ഞാണ്. അപ്പൊ അത് വിഷയം തന്നെയല്ലേ ഞാൻ ചോദിക്കട്ടെ? ഒരു വിഷയാക്കണ്ട, കമ്മീഷൻ റിപ്പോർട്ട് അയാളെ എന്നെ സ്വീകരിച്ചത് നമ്മൾ പറഞ്ഞല്ലേ, പിന്നെ അയാൾ പിന്നെയും വന്ന് വിഷയാക്കണം. പിന്നെ ഇയാൾ വിഷയാക്കാൻ നോക്ക്, ഇയാൾക്ക് ഇങ്ങനെ എന്തൊക്കെ ഒരു വിഷയാക്കണം. എനിക്കൊന്ന് ആലോചിച്ചു, അയാളല്ലേ എന്ന് പറഞ്ഞ് വിഷയാക്കണ്ട. ഇനി അടുത്തത് കേട്ടോളൂ, ഇയാൾ എന്ന് പറയുന്നത് എന്ത് ബാക്കി അയാളെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ഒന്നും തെറ്റിയിട്ടില്ല എന്ന് അയാൾ എന്നെ പറയുന്നത് കേട്ടോളി. അയാളെ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ സ്വീകരിച്ചതാണ്. ഇയാൾ പറഞ്ഞതെന്താ, എന്റെ കുടുംബത്തിന്റെ പേരുകൾ മുഴുവൻ ഇയാൾ ഇവിടെ പറഞ്ഞില്ലേ, ഒന്ന് തെറ്റാതെ. കണ്ടില്ലേ, ഒന്ന് തെറ്റാതെ അയാളെ കുടുംബത്തിന്റെ പേര് മുഴുവൻ ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് പറഞ്ഞ എന്നാൾ പറഞ്ഞ അതൊക്കെ ശരിയാക്കാൻ സമ്മതിച്ചു. പിന്നെ നിങ്ങൾ കേട്ടോളൂ, ഇനി രസമുള്ള കേൾക്കുന്നത്. ഇനി ഇയാൾ പറയുമ്പോ അറിയോ, എന്റെ ബാപ്പ മരിച്ചപ്പോ യാസീൻ ഓതിയിട്ടുണ്ട്, ദ്വാ നടത്തിയിട്ടുണ്ട്, സത്തം നേർന്നിട്ടുണ്ട്, നാപ്പ് വെച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം ഇയാൾ ചോദിക്കുക അതിനെന്താ? എങ്ങനെ ഇയാള് നാടായ നാട് മുഴുവനും മരിച്ചാൽ വേർക്കലുണ്ടായിരുന്നു. ഖുർആൻ ഓതരുത്, യാസീൻ ഓതരുത്, യാസീൻ ഓതിട്ട് പോക്കറ്റ് പൈസ എന്നൊക്കെ പറയും. ആദാമത്തടക്കം വന്ന് പരിഹസിച്ച മൗലവി അയാളെ സ്വന്തം ബാപ്പാക്ക് ഇതൊക്കെ നടന്നു എന്നും പറഞ്ഞിട്ട് ഇയാൾ ചോദിക്കുന്നത് അങ്ങനെ നടന്നതിനെന്താ? അപ്പൊ നാലാമത്തെത്തിയപ്പോ മൂപ്പയ്ക്ക് മനസ്സിലായത് അത് നടന്നേരണ്ട. അപ്പൊ മൂപ്പന്റെ ബാപ്പക്കാവുമ്പോ മരിച്ചതിന് ശേഷം കൂലിയിട്ടുന്ന സംഗതി ഒക്കെ ചെയ്താൽ നടന്നേരണ്ടാ. വേറെ ഉള്ളവർക്കാവുമ്പോ നടന്നാൻ പറ്റൂല. ഇതെന്ത് മതാ മൗലവി? നിങ്ങൾക്ക് എത്ര നാവാ അതെന്ന് ചോദിച്ചാ നടന്നേനെന്താന്ന് ചോദിച്ച്. മരണാന്തരന്റെ ബാപ്പ മരണപ്പെട്ടതിന്റെ ശേഷം എന്റെ വീട്ടിൽ വെച്ച് എല്ലാ ചടങ്ങും നടന്നു. മരിച്ചോടത്ത് ഓത്തുണ്ടായി, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലി, മയ്യത്ത് നിസ്കാരം, മയ്യത്ത് ഖബറിൽ വെച്ചതിന്റെ ശേഷം അവിടെ വെച്ച് അൽഫാത്തിഹ ഓതി, ഖുർആൻ ഓതി, 40 ദിവസം ഓത്ത് നടന്നു, മൗലൂദ് നടന്നു, അടിയന്തരം നടന്നു, എല്ലാ ആചാരങ്ങളും നടന്നു ഈ ഹുസൈൻ സലഫിയുടെ ബാപ്പ മരിച്ചപ്പോ. അപ്പോ എന്താ ഇയാൾ പറയേണ്ടതെന്നറിയോ? എല്ലാ കർമ്മങ്ങളും നടന്നു. സുഹൃത്തുക്കളെ നടന്നീനെന്താ? ഞാൻ പറയുന്നില്ല നടന്നിട്ടില്ല. സുഹൃത്തുക്കളെ നടന്നീനെന്താ? ഞാൻ പറയുന്നില്ല നടന്നിട്ടില്ല. സുഹൃത്തുക്കളെ നടന്നീനെന്താ? ഞാൻ പറയുന്നില്ല നടന്നിട്ടില്ല. ഇപ്പെങ്ങനെയുണ്ട്? സുഹൃത്തുക്കളെ നടന്നീനെന്താ? ഞാൻ പറയുന്നില്ല നടന്നിട്ടില്ല. അപ്പൊ മൂപ്പരെ വാപ്പ പറ്റിട്ട് ഇതൊന്നും നടന്നീനെന്താ? വേറുള്ളവരെ വാപ്പ പറ്റിട്ട് നടക്കുമ്പോ അത് പറ്റൂല. അതെന്താ മൗലവി? അതേത് മതാണ്? അപ്പൊ കമ്മീഷൻ റിപ്പോർട്ട് അയാളെന്നെ സംബന്ധിച്ച റിപ്പോർട്ടാണ്, അയാളെന്നെ അംഗീകരിച്ചതാണ്. അപ്പോ വെറുതെ ഈ മൗലവി വീണ്ടും നോക്കിയാൽ വിഷയാക്കുന്നത്. എന്തിനാ ഇയാൾ വിഷയാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കും. എനിക്ക് കേട്ടോളൂ, ഇപ്പൊ ആരാ ഉൾവലിഞ്ഞത്? ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തറിയോ? മൂപ്പരുണ്ട് എന്നെ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നു. അതൊന്ന് കേട്ടോളി. ധൈര്യം ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. മൂപ്പര് ഭയങ്കര ധൈര്യമുള്ള ആളാട്ടോ, അതല്ലേ എന്റെ മുന്നിൽ ഒരിക്കലും വരാത്തത്. ഞാൻ പലപ്പോഴും വിളിച്ച് നിങ്ങളെ കിതാബ് ഒന്ന് വായിക്കാൻ നമ്മളെ മുന്നിൽ വന്നിരിക്കോ, നമ്മളെ മുന്നിൽ നിന്ന് വായിച്ച അർത്ഥം വെച്ചേരോ എന്നൊക്കെ വിളിച്ചിട്ട് ഇന്ന് വരെ ഇയാള് ഞാൻ നിങ്ങളെ മുന്നിലിരുന്ന് കിതാബ് വായിക്കാൻ റെഡിയാണെന്ന് പറയുന്നില്ലല്ലോ. കാരണം മൂപ്പർ ധൈര്യത്തിന്റെ കടുപ്പാണേ. അപ്പൊ ഈ ധൈര്യമുള്ള മൗലവിയെ മൂപ്പർ എന്നോട് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നൊന്ന് കേട്ടോളികള്. ആൺകുട്ടിയാണെങ്കിൽ അടുത്ത പ്രസംഗത്തിന് ഇവിടെ വരുമ്പോ നിങ്ങൾ പറയണം, ഹുസൈൻ സലഫിയുടെ കയ്യിലുള്ള SSLC സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നു. ആ വാചകം പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയും കേട്ടോ. അപ്പൊ കാണാ ബാക്കി. പിന്നെ അടുത്ത അത് പോട്ടെ, അങ്ങനെ പോകിയാൻ പറ്റുമോ? അത് പോട്ടെ എന്നായിട്ട് അവസാനം പറഞ്ഞു. അങ്ങനെ പോകൂല. അതും പറഞ്ഞ് പോട്ടെ തന്നെ നടക്കൂല. സുബ്ഹാനല്ലാഹ്, ഇയാൾ എന്തെല്ലാം പിന്നെ കാണിക്കുമെന്ന് ആർക്കറിയാം. മൂപ്പര് ഒരാഴ്ചക്കേക്ക് ആ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ വിട്ടു തരികയാണെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് എന്നോട് അയാൾ പറഞ്ഞത്, എന്നോട് പറഞ്ഞൊരു കുടുംബക്കാരനോ ബാക്കി എല്ലാ അയാൾ പറഞ്ഞത് നേരാണേ. മൗലവിന്റേത് ഞാൻ അംഗീകരിച്ച ഒറ്റ വിഷയം, ബാക്കി എല്ലാം മൗലവി പറഞ്ഞ കളവാണേ. അപ്പോ ഈ ധാരാളം കളവ് പറയുന്ന മൗലവി പറഞ്ഞതാണോ ശരി, അല്ല എല്ലാം സത്യം പറഞ്ഞ് അമ്മനുഷ്യൻ പറഞ്ഞാണോ ശരിയെന്ന് എനിക്കൊന്ന് പരിശോധിക്കാൻ കുറച്ച് ദിവസത്തേക്ക് എന്റെ അടുത്ത് ആ സർട്ടിഫിക്കറ്റ് വിട്ടു തന്നാല് പരിശോധിച്ചിട്ട് ഞാൻ രണ്ടിലൊരു വിധി വേണമെങ്കിൽ പറഞ്ഞുതരാം. അല്ലാതെ അയാളെ കയ്യിലുള്ളത് ഞാനിങ്ങനെ പറയാ. എന്നാലും മൂപ്പരങ്ങനെ വിട്ടുകൊടുക്കുന്നൊരു സ്വഭാവക്കാരനാണോ പരിശോധിച്ചിട്ട് പറയാണ്. അത് നമ്മൾ നോക്കുക. ഇയാളോട് മുമ്പൊരാള് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ ഇയാളെന്ത് ചെയ്ത്, നിങ്ങളെ ശൈഖുന അംഗീകരിച്ച മുഹീദ്ദീൻ മാലയിലുണ്ട് കൊട്ട തട്ടിയെന്നൊരു സംഭവം എന്നായിരുന്നു. അപ്പൊ ആടുന്ന് നാട്ടുകാരെല്ലാം കൂടിയിട്ട് എവിടെ മൗലവി ചോദിച്ചു. അപ്പൊ എന്താ ഉണ്ടായെന്നറിയോ? മൂപ്പരൊരു സാധനം തരൂലെന്ന് പറഞ്ഞു.
സാധനം തരൂല, അത് വെച്ചിട്ട പോലെ. സാധനം തരൂല, കാണിച്ചു ഇങ്ങനെ തരും. സാധനം കയ്യിൽ തരൂല, സാധനം തരൂല, കാണിച്ചു ഇങ്ങനെ തരും. സാധനം കയ്യിൽ തരൂല. അതെ, അപ്പൊ മൂപ്പര പരിപാടി ഇങ്ങനെയാണ്. ഇങ്ങനെ മൂപ്പര സാധനം കയ്യിലാണ് പിടിക്കുള്ളൂ, തരൂല, നമുക്ക് പരിശോധിക്കാൻ തരൂല. എന്നിട്ട് മൂപ്പരനോട് ചോദിച്ചാൽ ഭയങ്കര ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ച് മൂപ്പര ആ ധൈര്യം കൊണ്ട് എന്താ ഉണ്ടായെന്ന് നിങ്ങള് റേഷൻ കടന്റെ ഉള്ളിലായി. അതൊന്നും വെച്ചിട്ടാ പോലെ ധൈര്യത്തിന്റെ കടപ്പ് കൊണ്ട് റേഷൻ കടയിലായത്. ഇതൊരു സ്ഥലത്തിന് നാട്ടിൽ നിന്ന് നമ്മൾ പ്രസംഗിച്ചപ്പോൾ ഇളകിയിലെ ജനങ്ങള് എന്താ പറഞ്ഞത്, വെജിമാലിൽ കാണിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് സ്റ്റേജൊക്കെ വളഞ്ഞ് മൈക്ക് അവര് കൊണ്ടുപോയി, ആംപ്ലിഫയർ വേറൊരുത്തം കൊണ്ടുപോയി, സ്റ്റാൻഡ് വേറൊരുത്തം കൊണ്ടുപോയി, ഞാൻ റേഷൻ കടയുടെ ഉള്ളിലുമായി. അവസാനം അവിടുന്ന് രക്ഷപ്പെട്ടു. എങ്ങനെയോ അപ്പോ മൂപ്പരോട് സംഗതി പരിശോധിക്കാൻ വേണ്ടി കാണിച്ചു തരുമെന്ന് നാട്ടുകാർ ചോദിച്ചപ്പോ മലപ്പുറം ജില്ലയിലാണ്